വെൽക്കം ബാക്ക്. ഞാനിന്ന് വന്നേക്കുന്നത് ഒരു പെണ്ണുങ്ങളെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഇത് ആണുങ്ങൾക്ക് തീരെ ബോധിക്കണമെന്നില്ല, അല്ലെങ്കിൽ അവർ ഈ പേട്രിയാർക്കി ഒന്നും മനസ്സിലില്ലാത്ത ആണുങ്ങളായിരിക്കണം. ഈഗോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്ത ആണുങ്ങൾക്ക് മാത്രമേ ഇതെല്ലാം മനസ്സിലാക്കാനും പിന്നെ അത് അക്സെപ്റ്റ് ചെയ്യാനും പറ്റുള്ളൂ. അത് ഞാൻ ആദ്യമേ പറയുകയാണ്. കാരണം ഒരു ഫെമിനിസ്റ്റ് ടച്ച് ഇതിൽ വരും എന്ന് വെച്ചാൽ പെണ്ണുങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങൾ ഒരു ആ രീതിക്കാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു കോൺട്രവേഴ്സി ഉണ്ടായല്ലോ, മറ്റേ അഖിൽ മരാറിൻ്റെ പുള്ളിക്കാരൻ പ്രസവത്തിനെ കുറിച്ച് പറഞ്ഞത്. പ്രസവം എന്താ ഒരു സുഖമുള്ള പരിപാടിയാണ്, ഒരു എൻജോയ് ചെയ്താണ് സ്ത്രീകൾ പ്രസവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിങ്ങനെ വലിയ സഫറിങ് ആയിട്ടും പിന്നെ സാക്രിഫൈസ് ആയിട്ടൊന്നും കാണേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ അങ്ങനെ പറഞ്ഞതിൽ എനിക്ക് വലിയ അത്ഭുതമായിട്ടൊന്നും തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ പ്രസവിച്ചിട്ടുണ്ടോ? ഇല്ല. പുള്ളിക്കാരൻ ഇതൊക്കെ അനുഭവിച്ചിട്ടുണ്ടോ? ഇല്ല. ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാൾ ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നതിൽ അതിൻ്റെ ഒരു അറിവില്ലായ്മയാണ്. അതേപോലെ തന്നെ ഈ നമുക്ക് പ്രസവം മാത്രമല്ലല്ലോ, പീരീഡ്സ് ഉണ്ട്, പീരീഡ്സിൻ്റെ പെയിനുണ്ട്. ഇതൊക്കെ ആണുങ്ങളടുത്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം അവർക്കതൊന്നും എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ചാൻസ് തന്നെ ഇല്ല. പിന്നെ അവരെങ്ങനെ മനസ്സിലാക്കാനാണ്? ഇത് പ്രസവം സുഖമുള്ള ഏർപ്പാടാണെന്നായിരിക്കും അവർ മനസ്സിലാക്കി വെച്ചേക്കുന്നത്. ഇത് പുള്ളിക്കാരന് മാത്രം പ്രശ്നമല്ല, മെജോറിറ്റി ആണുങ്ങളും അങ്ങനെ തന്നെയാണ് വിചാരിച്ചേക്കുന്നത്. പിന്നെ ഇനിയിപ്പോൾ ലേബർ റൂമിലൊക്കെ കയറി പിന്നെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ കാണുന്ന ആണുങ്ങൾക്ക് ചിലപ്പോൾ മാറ്റം വന്നിട്ടുണ്ടാവും. അല്ലാതെ പുറത്ത് നിന്ന് കാണുന്ന ആൾക്കാർക്ക് എന്താ സുഖമുള്ള ഏർപ്പാട് തന്നെ, അങ്ങനെ തന്നെ വിചാരിക്കുള്ളൂ. ഇത് പെണ്ണുങ്ങൾ ചെയ്യുന്ന ത്യാഗവും അവർ ചെയ്യുന്ന പണികളും ജോലികളും ഇതെല്ലാം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അവർക്കതിൻ്റെ എന്തെങ്കിലും ഒരു അനുഭവം വേണം, അല്ലെങ്കിൽ അവർ ചെയ്ത് നോക്കിയിട്ടുണ്ടാവണം. ഇങ്ങനെയൊക്കെ അതെനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഒരു ചെയ്ത് നോക്കാതെ ഒരു പണി എന്താണെന്നുള്ളതും നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാം ഈസി ആയിട്ട് തോന്നും. അത് തന്നെയാണ് പുള്ളിക്കാരന് സംഭവിച്ചത്. പുറത്തുനിന്ന് കാണുമ്പോൾ പുള്ളിക്കാരനെല്ലാം ഈസി ആയിട്ട് തോന്നി, പുള്ളിക്കാരൻ അതൊന്നും അനുഭവിച്ചിട്ടില്ല. അതുപോലെ തന്നെയാണ് നമ്മളെ നാട്ടിലെ 90% ആണുങ്ങൾ. അവർക്ക് നമ്മുടെ സ്ട്രഗിൾസ് ഒന്നും അറിയില്ല. ഇപ്പോൾ നമുക്കത് പറഞ്ഞു കൊടുക്കാമെന്ന് വിചാരിച്ചാൽ അത് മനസ്സിലാക്കാനും കൂടെ നിൽക്കാനും ഒക്കെ മനസ്സുള്ളവർക്ക് മാത്രമേ അത് പറ്റുള്ളൂ. പിന്നെ നമ്മൾ കൂടുതൽ അതിനുവേണ്ടി എഫേർട്ട് എടുക്കാനും ആരും പോകാറില്ല. പണ്ടത്തെ പെണ്ണുങ്ങൾ ഒട്ടും പോകാറില്ല. ഇപ്പോഴത്തെ പെണ്ണുങ്ങൾ കുറച്ചൊക്കെ എഫേർട്ട് എടുക്കുന്നുണ്ട് അവരെ മനസ്സിലാക്കാൻ വേണ്ടി. കുറച്ചൊക്കെ ആൾക്കാർ അത് മനസ്സിലാക്കുന്നുണ്ട്, അതിന് വേണ്ടിയിട്ട് കൂടെ നിൽക്കുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതൊന്നും ഞാൻ പറയുന്നില്ല, നിൽക്കുന്നവരുമുണ്ട്. പക്ഷേ നിൽക്കാത്തവരാണ് മെജോറിറ്റി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ, പിന്നെ ഈ പ്രസവത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് സിസേറിയൻകാരെ അവർ വേദനിക്കാതെ പ്രസവിക്കുന്നവരാണ്. അവർക്ക് കുട്ടിയെടുത്ത് സ്നേഹം കാണത്തില്ല. അതെന്താ ഈസി അല്ലേ, വേദനയൊന്നും ഇല്ലല്ലോ, അനസ്തേഷ്യ ചെയ്തിട്ടല്ലേ മുറിച്ചിട്ട് എടുക്കുന്നത്, സിമ്പിളാണ് എന്നുള്ള രീതിയിൽ കാണുന്ന പെണ്ണുങ്ങൾ തന്നെയുണ്ട്. അവർ ചിലപ്പോൾ സുഖപ്രസവം ചെയ്തവരായിരിക്കും. ഈ സുഖപ്രസവം സുഖമുള്ള ഏർപ്പാടാണെന്നല്ല ഞാൻ പറയുന്നത്. അത് നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് എത്ര മണിക്കൂറാണ് പെയിൻ വരുന്നത്, അത്രയും സമയം അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അതിനുശേഷം കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ അത് കഴിഞ്ഞിട്ട് അവർക്ക് പെട്ടെന്ന് റിക്കവർ ആവാൻ പറ്റും. പക്ഷേ സിസേറിയൻകാർക്ക് അങ്ങനെയല്ല. അവരെ 7 ലെയർ സ്കിന്നും യൂട്രസും നമ്മളകത്തുള്ള ഓർഗൻസും ഇതെല്ലാം മുറിച്ചിട്ടാണ് അകത്തുനിന്ന് കുട്ടിയെ എടുക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് അതിനുള്ള റിക്കവറി ടൈമും കൂടുതലായിരിക്കും. അപ്പോൾ അതെല്ലാം ഉണ്ട്. പിന്നെ പീരീഡ്സിൻ്റെ വേദന എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല. ചിലർക്ക് കൂടുതലായിട്ട് പെയിൻ വരും, ചിലർക്ക് പെയിൻ കുറവായിരിക്കും, ചിലർക്ക് പെയിൻ ടോളറേറ്റ് ചെയ്യാനുള്ള, ക്ഷമിക്കാനുള്ള ഒരു കപ്പാസിറ്റി കുറവായിരിക്കും. ഇതനുസരിച്ചായിരിക്കും ഓരോരുത്തരുടെ രീതിയിൽ വരുന്നത്. പക്ഷേ ഇതൊന്നും ആണുങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവാത്തതിൻ്റെ കാര്യം എന്താ, അവർ അനുഭവിച്ചിട്ടില്ല. സിസേറിയൻ്റെ അനുഭവം വെച്ചിട്ട് ഞാൻ പറയുകയാണ്. സിസേറിയൻ ചെയ്യുന്ന സമയത്ത് വേദന അനുഭവിക്കത്തില്ല. എന്ന് വെച്ചാൽ അനസ്തേഷ്യ തന്നിട്ടുണ്ട്. അനസ്തേഷ്യ കുത്തുന്ന സമയത്തുള്ള വേദന കഴിഞ്ഞാൽ സിസേറിയൻ ചെയ്യുന്ന സമയത്ത് വേദന അനുഭവിക്കത്തില്ല. അത് ശരി തന്നെയാണ്. പക്ഷേ അതിന് ശേഷം ഈ മയക്കം വിടുന്നതനുസരിച്ച്, നമ്മുടെ സെൻസസിലോട്ട് വരുന്നതനുസരിച്ച് നല്ല വേദന ഉണ്ടാവും, നല്ല രീതിയിൽ വേദന ഉണ്ടാവും. അത് അനുഭവിച്ചവർക്ക് അത് അറിയാൻ പറ്റുള്ളൂ. അതിനുശേഷം ഒരു ദിവസം അവിടെ പിന്നെ ICUവിൽ കിടന്നതിന് ശേഷം അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റൊരു നടപ്പുണ്ട്. അടിപൊളിയാണ്. അതിൻ്റെ സുഖമൊക്കെ അറിയിക്കാൻ പറ്റാത്ത സുഖമാണ് കേട്ടോ. ഈ എൻജോയ്മെൻ്റൊക്കെ സൂപ്പറാണെന്ന് ഞാൻ പറയും. അപ്പോൾ അങ്ങനെയാണ്. അത് കഴിഞ്ഞതിന് ശേഷവും പിന്നെ കുട്ടികളെ വളർത്തുന്നതും വലുതാക്കുന്നതും ഇതെല്ലാം പെണ്ണുങ്ങളെ മാത്രം ജോലിയാണല്ലോ. റെസ്പോൺസിബിലിറ്റി എല്ലാം പെണ്ണുങ്ങളുടെ തലയിലാണ് വരുന്നത്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം എന്താ സുഖമുള്ള ഏർപ്പാടല്ലേ എന്ന് പറഞ്ഞിട്ട് ഈ പുരുഷ മഹാജനങ്ങൾ ഒഴിഞ്ഞു മാറി നടക്കേ ഉള്ളൂ. അവരെന്തെങ്കിലും ചെയ്യുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? കുട്ടികളുടെ കാര്യം അല്ലെങ്കിൽ കുട്ടികളുടെ റെസ്പോൺസിബിലിറ്റി അതൊരു ഫുൾ ടൈം ജോബ് തന്നെയാണ്. കുട്ടികൾക്ക് പാല് കൊടുക്കുക, ഇപ്പോൾ ബ്രസ്റ്റ് ഫീഡിങ് ആണെങ്കിൽ നമ്മൾ തന്നെ രാത്രി എഴുന്നേറ്റ് കൊടുക്കേണ്ടി വരും. പിന്നെ ഫോർമുല കൊടുക്കുന്നതാണെങ്കിലും അതും പാട് തന്നെയാണ്. കലക്കുക, കുപ്പിയിലാക്കുക, ഇതെല്ലാം കഴിഞ്ഞിട്ട് കൊടുക്കണം. കുട്ടികളെ നോക്കണം, കുട്ടികളുടെ ഡയപ്പറും ചേഞ്ച് ചെയ്യണം, പിന്നെ കുട്ടികളുടെ ഉറങ്ങാൻ വേണ്ടിയിട്ട് അവരെ ഉറക്കണം. നമുക്ക് ഉറക്കം ശരിയാവത്തില്ല. ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞ ശേഷം കുട്ടികൾ വലുതായി കഴിഞ്ഞാലും അവിടെ നമ്മൾ റെസ്പോൺസിബിലിറ്റി തീരുമോ? ഇല്ല. അവിടെയും അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ജീവിച്ച് തന്നെ ഇരിക്കണം. അപ്പോൾ ഇതെല്ലാം സാക്രിഫൈസ് ചെയ്തതിന് ശേഷം നമ്മളെ ലൈഫ് നമുക്ക് വേണ്ടി ജീവിക്കാതിരിക്കുകയാണെങ്കിൽ അത് വെറും വേസ്റ്റാണ്. ഇങ്ങനെയുള്ള സംസാരങ്ങൾ കേൾക്കാനായിരിക്കും നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നമ്മളെന്താ ചെയ്യാനുള്ളത്? നമ്മുടെ ലൈഫ്
നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ജീവിക്കുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ പ്രസവം, കുട്ടികളെ വളർത്തുക, ഇതൊക്കെയുള്ളത് ചെയ്യുക. ബാക്കിയുള്ളവർക്ക് വേണ്ടി ജീവിച്ച് സ്വന്തം ലൈഫ് തീർന്നു എന്നുള്ള ഒരു റിഗ്രറ്റ് നിങ്ങളുടെ ഒരു അവസാന സമയത്ത് തോന്നരുത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ പെണ്ണുങ്ങൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങളെ ആദ്യം സ്നേഹിക്കുക, നിങ്ങളെ ടേക്ക് കെയർ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് ചെയ്യാനുള്ളത് അതെല്ലാം നിങ്ങൾ തന്നെ ചെയ്യുക. വേറെ ആരും അതിന് എഫേർട്ട് എടുക്കും, നിങ്ങളെ മനസ്സിലാക്കും, നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരും എന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾ സ്വന്തമായി തന്നെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ പീരിയഡ്സിൻ്റെ വേദനയൊക്കെ എല്ലാവർക്കും ഒരേപോലെ ആവണമെന്നില്ല. അതും ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അത് ആണുങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. പിന്നെ വീട്ടിലെന്താ ജോലി എന്നുള്ള ചോദ്യങ്ങളും നിങ്ങൾ കേൾക്കേണ്ടി വരും. വീട്ടിലെ പണി എന്താ, കുറച്ച് അടുക്കളയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ക് മാത്രമാണ് അടുക്കളയിലെ പണി എന്ന് തോന്നി. അതിനെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും കാണുമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ അത് നോക്കുക. ഡീകോഡിങ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ എല്ലാം വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്നും ചെയ്ത് നോക്കാതെ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യാതെ ബാക്കി ഒരാളുടെ ലൈഫ് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ എന്താ എല്ലാം ഈസിയാണ്. ഒരു ജോലിയാണെങ്കിലും ഒരാളുടെ ലൈഫാണെങ്കിലും അവരെന്ത് ഹാപ്പിയാണ്, അവരെന്ത് ഈസി ആയിട്ടാണ് പോകുന്നത്, നല്ല സന്തോഷമായിട്ടാണ് എന്ന് പറഞ്ഞ് നമ്മൾ വിചാരിക്കും. പക്ഷേ അവരുടെ ലൈഫ് അവർക്ക് മാത്രമേ അറിയാവുള്ളൂ. അപ്പോൾ എന്താണ്, ആരെയും കൂടുതലായിട്ട് ജഡ്ജ് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ കാര്യം നോക്കി ജീവിക്കുക. പിന്നെ സാക്രിഫൈസും ഇതൊക്കെ ആവശ്യത്തിന് മതി. നിങ്ങളെ സ്നേഹിച്ചിട്ട് മതി ബാക്കിയുള്ളവരെ സ്നേഹിക്കുന്നത്. നമ്മൾ സ്നേഹിക്കുന്നതും നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്നതും ആർക്ക് വേണ്ടിയാണോ അവരെല്ലാം തിരിച്ച് നമ്മളോട് ഒരു ചോദ്യം ചോദിക്കും, ഞാൻ പറഞ്ഞു ഇതൊക്കെ ചെയ്യാൻ. ലാസ്റ്റ് ഇങ്ങനെ ഒരു ചോദ്യം കേൾക്കാൻ വേണ്ടിയിട്ടാവരുത് നിങ്ങളുടെ ജീവിതം. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. പിന്നെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇങ്ങനെയുള്ള കണ്ടൻറ്റ്സ് കാണാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.